പത്തനംതിട്ട മലയാലപ്പുഴയിൽ കാപ്പ കേസ് പ്രതിയുടെ പിറന്നാൾ നടുറോഡിൽ ആഘോഷിച്ച CPM DYFI പ്രവർത്തകർ. ഇക്കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. നടുറോഡിൽ കാർ നിർത്തിയിട്ട് ബോണറ്റിൽ കേക്കുകൾ നിരത്തിവെച്ചായിരുന്നു CPM DYFI പ്രവർത്തകർ ആഘോഷം സംഘടിപ്പിച്ചത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരും യുവജന സംഘടനകളും അടക്കം ദുഃഖമാചരിക്കുന്ന വേളയിലാണ് കാപ്പ കേസ് പ്രതിയുടെ പിറന്നാൾ ആഘോഷം. വിവരങ്ങളുമായി CG ഉമേഷ് ചേരുന്നു. ഉമേഷ്, ഈ കാപ്പ കേസ് പ്രതിയുടെ പിറന്നാൾ ആഘോഷം, ഈ കാറിൻ്റെ ബോണറ്റിൽ കേക്കൊക്കെ മുറിച്ച് വലിയ ആഘോഷം, CPM DYFI പ്രവർത്തകർ തന്നെ അതിന് നേതൃത്വം നൽകുന്നു. നേരത്തെ ഇത്തരത്തിലുള്ള വാർത്തകളും പത്തനംതിട്ടയിൽ നിന്ന് വന്നിരുന്നു. ഇതേപോലുള്ള പ്രവർത്തകരെ CPMലേക്ക് സ്വീകരിക്കുന്നതിന് മന്ത്രി വീണ ജോർജ് അടക്കമുള്ള ആളുകൾ പങ്കെടുത്തതും നമ്മൾ നേരത്തെ വാർത്തയാക്കിയിരുന്നു. വലിയ വിവാദമായിരുന്നു. ഈ സംഭവം എന്നാണ് നടന്നത്? കൂടുതൽ വിവരങ്ങൾ. വിനോദ്, കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് സംഭവം ഉണ്ടായത്. വിനോദ് സൂചിപ്പിച്ച പോലെ തന്നെ മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ CPMലേക്ക് സ്വീകരിച്ച ആളുകളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന കാപ്പ കേസ് പ്രതി മലയാളപ്പുഴ സ്വദേശിയായ ശരൺ ഉൾപ്പെടെയുള്ള ആളുകളുടെ പിറന്നാളാഘോഷമാണ് കഴിഞ്ഞ ദിവസം മലയാളപ്പുഴയിൽ നടുറോഡിൽ അർദ്ധരാത്രിയിൽ DYFI CPM പ്രവർത്തകർ ചേർന്ന് നടത്തിയതിലേറെ ശ്രദ്ധേയം കാപ്പ എന്നെഴുതിയ കേക്ക് ഉൾപ്പെടെ അവിടെ വാഹനത്തിന്റെ മോഡലിൽ വെച്ച് മുറിച്ചിരുന്നു. അതായത് കാപ്പ കേസ് എന്ന തരത്തിൽ വലിയ വാർത്തകൾ വന്നിരുന്നു. ഇതിന്റെ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ അതിനെ പരിഹസിക്കുന്ന തരത്തിലേക്കാണ് CPM DYFI പ്രവർത്തകർ ഈ ആഘോഷം സംഘടിപ്പിച്ചത്. അർദ്ധരാത്രിയിൽ റോഡിൽ നിരവധി പ്രവർത്തകർ ഒത്തുകൂടിയാണ് ഈ ആഘോഷം സംഘടിപ്പിച്ചത്. ഇതിനെതിരെ എന്തായാലും വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. CPMനുള്ളിൽ തന്നെ വലിയ അമർഷം ഉയരുന്നുണ്ട്. കാരണം ഈ ശരൺ ഉൾപ്പെടെയുള്ള ആളുകളെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത് വലിയ തലവേദനയായി എന്ന വിലയിരുത്തൽ CPM നേതൃത്വത്തിൽ ഉണ്ടായിരുന്നതിനിടയിലാണ് മലയാളപ്പുഴയിലെ DYFI CPM പ്രവർത്തകർ ചേർന്ന് ശരണിന്റെ പിറന്നാൾ ഇങ്ങനെ നടുറോഡിൽ ആഘോഷിച്ചത്. ഈ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ സർക്കാരും ഒപ്പം വിവിധ രാഷ്ട്രീയ പാർട്ടികളും യുവജന പ്രസ്ഥാനങ്ങളും ഒക്കെ ദുഃഖം ആചരിക്കുമ്പോഴാണ് അർദ്ധരാത്രിയിൽ കാപ്പ കേസ് പ്രതിയുടെ പിറന്നാൾ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്ന സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല, ഏറെ ശ്രദ്ധേയം കാപ്പ എന്നെഴുതിയ കേക്ക് പോലും ഈ കേക്കിനോടൊപ്പം ഉണ്ടായിരുന്നു. ഇതെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ DYFI പ്രവർത്തകർ തന്നെ പങ്കുവച്ചതോടെയാണ് വിവരങ്ങൾ പുറത്തറിയുന്നത്. തുടർന്ന് വലിയ ഒരു അമർഷം പാർട്ടിക്കുള്ളിലും അല്ലാതെയും ഉണ്ടാകുന്നുണ്ട്. വിനോദ്, വളരെ വ്യക്തമാണ് ഉമേഷ്. കാപ്പ എന്ന് എഴുതി വെച്ച കേക്ക് മുറിച്ചുകൊണ്ടാണ് കാപ്പ കേസിലെ പ്രതിയായിരുന്ന ഒരാളുടെ പിറന്നാൾ ആഘോഷം സംഘടിപ്പിക്കുന്നത്. അതും വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഒട്ടാകെ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളെല്ലാം മാറ്റിവെക്കുമ്പോഴാണ് CPMും DYFIയും ചേർന്ന് കാപ്പ കേസ് പ്രതിയുടെ പിറന്നാൾ ആഘോഷം നടു റോഡിൽ തന്നെ സംഘടിപ്പിക്കുന്നത്. അതും കാപ്പ എന്നെഴുതിയ കേക്ക് മുറിച്ചുകൊണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു CG ഉമേഷ്.